ഹലോ നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കല് വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി അവൾ കടന്നു വന്നു. അവൾ പറഞ്ഞു, എനിക്ക് എന്റെ ചിത്രം ഒന്ന് വരയ്ക്കണം. അദ്ദേഹം അതിവേഗത്തിൽ തന്നെ ആ ചിത്രം വരച്ചു. 3 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ആ ചിത്രം പൂർത്തിയാക്കി അവൾക്ക് കൊടുത്തു. അവൾക്ക് ഒത്തിരി സന്തോഷമായി. അവൾ പറഞ്ഞു, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും വേഗം ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞത്? അവൾ ചോദിച്ചു, ഓക്കെ, എനിക്ക് ഒത്തിരി സന്തോഷമായി, താങ്കൾക്ക് ഞാൻ എന്താണ് ഇതിന്റെ പ്രതിഫലമായി നൽകേണ്ടത്, ഇതിന്റെ തുക എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, 3 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. ഇത് കേട്ടുടനെ അവൾക്ക് ഒത്തിരി ആശ്ചര്യമായി. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു 3 മിനിറ്റ് കൊണ്ട് വരച്ച ചിത്രത്തിന് 3 ലക്ഷം രൂപയോ? ഉടനെ അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ വരച്ച 3 മിനിറ്റ് ചിത്രത്തിന്റെ വിലയല്ല ഈ പറയുന്ന 3 ലക്ഷം. പക്ഷേ 3 മിനിറ്റ് കൊണ്ട് ഈ ചിത്രം വരയ്ക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കിയ, ഞാൻ നിരന്തര പരിശ്രമം കൊണ്ട് ഞാൻ തന്നെ നേടിയെടുത്ത് സ്വായത്തമാക്കിയ ഈ കഴിവിന് 30 വർഷം വേണ്ടി വന്നു. ആ 30 വർഷത്തിന്റെ വിലയാണ് ഈ പറയുന്ന 3 ലക്ഷം രൂപ. അതെ, നിരന്തരമുള്ള പരിശ്രമമാണ് ഒരു വ്യക്തിയെ പ്രാഗൽഭ്യമുള്ളവനാക്കി തീർക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നാൽ നമ്മുടെ ആ പറയുന്ന ആവേശം ഒന്ന് തണുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച ജോലിയോ ആഗ്രഹിച്ച ബിരുദങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാനില്ലെന്ന ആ ഒരു ചിന്താഗതി, ആ ചിന്താഗതിയാണ് ആ വ്യക്തിയുടെ കഴിവിന്റെ വളർച്ചയുടെ തടസ്സമായി നിൽക്കുന്നത്. ഒരു ശരിയിൽ എത്തിച്ചേരാനായിട്ട് 1000 തെറ്റുകൾ കടന്നു പോന്നിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഒരു തവണ വിജയിക്കാനായിട്ട് 100 തവണ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അവസാനത്തെ വിജയത്തിന് മാർക്കിടാനായിട്ട്, അത് കാണാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അതിനു മുൻപ് നമ്മൾ നീന്തിക്കയറിയ ആ സങ്കടക്കടല് അത് പലരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ നേരിട്ട പരിഹാസങ്ങള് അതാരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഒരു വ്യക്തി ഒരു പരമോന്നത പദത്തിൽ എത്തിച്ചേരുക എന്നതിനേക്കാൾ പ്രയാസമാണ് താൻ നേടിയെടുത്ത ആ വിജയകിരീടം എന്നും നിലനിർത്താനായിട്ട്, ആ വിജയപദത്തിൽ തുടരാനായിട്ട് അതിനേക്കാൾ അധികം പരിശ്രമം വേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യമായ പരിശ്രമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമുക്കെല്ലാവർക്കും സ്ഥിരോത്സാഹമുള്ള, ഒപ്പം തന്നെ കഠിന പ്രയത്നമുള്ള, സ്ഥിരമായി ഉത്സാഹിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.